ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്നത്തെ വീഡിയോയിലും എന്നത്തെ കൂട്ട് തന്നെ കുക്കിങ്ങും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ, ഇന്നും ഒരേ സ്ഥലമാണല്ലോ, പ്രത്യേകിച്ച് വേറൊന്നും കാണിക്കുന്നുമില്ലല്ലോ, എന്നും ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന്. ഞാൻ ചിലപ്പോൾ ഓർക്കും, വെറുതെ എന്നും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്, വെറുതെ നിങ്ങളെ വെറുപ്പിക്കണ്ടാലോ എന്ന് വിചാരിക്കും. വീഡിയോ സെയിം ഇത് തന്നെ കാണിച്ചിട്ടേ. ഞാൻ പാലട പായസം വെച്ചായിരുന്നല്ലോ, അന്ന് എടുത്ത വീഡിയോ ആണിത്. അന്ന് മക്കൾക്ക് കൊടുത്തു വിട്ടത് പനീർ റൈസ് ആയിരുന്നേ. അപ്പോൾ അത് കുറച്ച് ബാക്കി വന്നത് ഞാൻ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു. ഞാൻ ജീര റൈസ് ഉണ്ടല്ലോ, അത് വെച്ചാണ് പനീർ റൈസ് ഉണ്ടാക്കിയത്. അപ്പം വേവിച്ച റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കുറച്ചെടുത്ത് മാറ്റി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പനീർ റൈസിന് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാവേ. അവർക്ക് സാധാരണ ചോറിനേക്കാളും ഇഷ്ടം, സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടം ഈ പനീർ റൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ അതിനോട് ചിലപ്പോൾ പപ്പടം കൊടുത്തു വിടും, അല്ലെങ്കിൽ ഓംലെറ്റ്, അല്ലെങ്കിൽ അച്ചാർ വലിയ താല്പര്യമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അവർക്ക്. പിന്നെ ഇവിടെ രാവിലെ മിക്ക ദിവസങ്ങളിലും ദോശയായിരിക്കും. അപ്പം ഞാൻ ദോശയ്ക്ക് അരി വെള്ളത്തിൽ ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കുറച്ച് കടലയും കുറച്ച് മുതിര, പിന്നെ തുമരപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇതൊക്കെ കൂടെ ചേർക്കുവേ. ഹെൽത്തി ആണല്ലോ. ഞാനിപ്പോൾ ഒരു പാക്കറ്റിൽ കാണിച്ചത് ഇഞ്ചി മിഠായി ആയിരുന്നേ. കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ചെറിയൊരു പാക്കറ്റ് മേടിച്ചായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. വലിയ മധുരം എന്താ പറയുന്നത്, ഇഞ്ചിയുടെ വലിയ എരിവ് കുത്തൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് മധുരം കൂടുതലാണെന്ന് തോന്നുമെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് കഴിക്കാൻ ഒരു രസം. ഞാൻ ചോറിപ്പോൾ വെക്കുന്നേ ഉള്ളൂ. മക്കൾ രാവിലെ പനീർ റൈസാണല്ലോ കൊണ്ടുപോയത്, അപ്പോൾ ഞാൻ ചോറ് വെച്ചില്ലായിരുന്നു, അതിപ്പോൾ വെക്കുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു ബീറ്റ്റൂട്ടും പൊട്ടറ്റയും കൂടെ മെഴുക്കുവരട്ടി വെക്കാമെന്നേ. ഞാൻ ആദ്യം വിചാരിച്ചു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്നേ. പിന്നെ വിചാരിച്ചു വേണ്ട, അത് ചപ്പാത്തിക്ക് കറി വെക്കാം, വെണ്ടയ്ക്ക കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഈ വെണ്ടയ്ക്ക കറിയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അതൊരു തട്ടിക്കൂട്ട് ചെയ്തൊരു എന്താ പറയുന്നത്, ഒരു റെസിപ്പി ആയിരുന്നു. കുറച്ച് നന്നായിട്ട് ചെയ്യായിരുന്നത്, പക്ഷേ എന്തോ എനിക്ക് തലവേദന എന്തോ പ്രശ്നമായ കാരണം എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നിങ്ങനെ ഉണ്ടാക്കിയതേ ഉള്ളേ. അപ്പോൾ ഞാൻ അന്നോട്ട് വിചാരിക്കുന്നു ഓഡിയൻസിന് വേണ്ടി നല്ലൊരു റെസിപ്പി അതുകൊണ്ട് തന്നെയാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഇത് നടന്നില്ല ഇതുവരെ. പിന്നെ ഇത് ചോറിന് എന്താ പറയുന്നത്, ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും കൂടെ മെഴുക്കുവരട്ടി പറഞ്ഞല്ലോ, അത് ഞാൻ അതിന് വേണ്ടി അരിയുവാണ്. അതിൽ ചിലപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടും, ചിലപ്പോൾ ഇടത്തില്ല. അങ്ങനെ എനിക്കിഷ്ടമായി മെഴുക്കുവരട്ടി. എൻ്റെ ഈ ബട്ടർഫ്ലൈയുടെ ഒരു ചോപ്പർ ഉണ്ടായിരുന്നു. ഞാൻ 2001 മേടിച്ച ചോപ്പറായിരുന്നു. ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു കേട്ടോ അത്. അതിപ്പോൾ എൻ്റെ നമ്മൾ വലിക്കുന്ന ചരടുണ്ടല്ലോ, അതങ്ങ് പൊട്ടിപ്പോയി. ആ ചോപ്പറുള്ള സമയത്ത് ഞാൻ മിക്കപ്പോഴും ബീറ്റ്റൂട്ട് ഇത് തോരനാക്കുമായിരുന്നേ. അത് പെട്ടെന്ന് പണി കഴിയുമല്ലോ. അത് പൊട്ടിയ കാരണം ഇപ്പം അങ്ങനെ മടിക്കും തോരനരിയാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കുവേ. ബട്ടർഫ്ലൈയുടെ ചോപ്പറ് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നേ. എനിക്കിനി അതേ ബ്രാൻഡ് തന്നെ ഒരെണ്ണം വാങ്ങണം എനിക്ക്. നമ്മൾ രാവിലെ തിരക്കിട്ടുണ്ടാക്കുമ്പം ഈ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഒത്തിരി യൂസ്ഫുള്ളാണത്. നമ്മൾ രാത്രി ഒരു 15-20 മിനിറ്റ് മാറ്റി ഇങ്ങനെ നെക്സ്റ്റ് ടൈം മോർണിംഗിലേക്ക് വേണ്ടി സ്പെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് രാവിലത്തെ തിരക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ കൊച്ചുള്ളി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് പൊളിച്ച് വെക്കുവേ. അതുകൊണ്ട് ഇഞ്ചി തൊലി കളഞ്ഞ് വെക്കും. പിന്നെ ചില സമയത്ത് സാമ്പാറിൻ്റെ കഷ്ണം കൂടെ അങ്ങ് അരിഞ്ഞ് വെക്കും ഞാൻ. മക്കൾക്കൊരു 7:45 ആകുമ്പോഴത്തേക്ക്, ഒരു 7:30 ആകുമ്പോൾ ഇറങ്ങണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആകണ്ടേ. നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുവാണെങ്കിൽ പറ്റും. ഞാൻ മിക്കപ്പോഴും ഒരു 5:45 ആയിട്ടാണ് എണീക്കുന്നത്. ഇച്ചിരി മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ള കാരണം നേരത്തെ എണീക്കാൻ പറ്റാറില്ല. പിന്നെ സാമ്പാറിൻ്റെ അരിഞ്ഞ് വെക്കും. പിന്നെ അതുകൊണ്ട് തോരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അരിഞ്ഞ് വെക്കും. മെഴുക്കുവരട്ടി ചില ദിവസങ്ങളിൽ അരിഞ്ഞ് വെക്കും. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ അരിയും, അതിന് പെട്ടെന്നാകുമല്ലോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ഒത്തിരി സമയം എടുക്കില്ലല്ലോ അതിനൊന്നും. മക്കൾ രാവിലെ എന്താ പറയുന്നത്, ഈ പലതരം റൈസുകളുണ്ടല്ലോ, ടൊമാറ്റോ റൈസ്,
അല്ലെങ്കിൽ പനീർ റൈസ്, അങ്ങനെ അതൊക്കെയാണ് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് രാവിലെ വലിയ പണിയില്ല. അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം, ലഞ്ചിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്കാണേ. അതുകൊണ്ടാണ് ഞാൻ രാത്രി ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹൗസ് വൈഫാണ്, നമുക്ക് പതുക്കെ ചെയ്ത സമയം നിറയെ സമയമുണ്ടല്ലോ, പതുക്കെ ചെയ്താലും മതി. അതുപോലെ തന്നെ തേങ്ങയും കൂടെ തിരുമ്മി നമ്മൾ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കുമേ. തേങ്ങ തിരുമ്മി നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിലേ വെക്കാവേ. നമ്മൾ തേങ്ങ തിരുമ്മിയത് ഫ്രീസറിലല്ല താഴത്ത് തട്ടി വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നെക്സ്റ്റ് എടുക്കുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും തേങ്ങയ്ക്ക്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കും അത്. പിന്നെ ഞാൻ പാലട പായസം വെച്ചായിരുന്നല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സദ്യ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് സാധാരണ വാങ്ങിക്കുന്നതെന്ന്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുന്നത് മിൽമയുടെ എന്താ പറയുന്നത്, പാലട മിക്സാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. സാധാരണ ഡബിൾ ഹോസിൻ്റെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ സദ്യ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കാണത്തില്ലായിരിക്കും, പക്ഷേ രണ്ടും ടേസ്റ്റ് സെയിം തന്നെ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും നല്ലതാണ്. ഈ പാലട പായസം എൻ്റെ ഇളയ മോൾക്ക് വലിയ ഇഷ്ടമാണ്, എനിക്കും ഇതിഷ്ടമാണ്. പക്ഷേ മൂത്ത ആൾക്ക് സേമിയ പായസമാണ് ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലോ. നമ്മൾ അടപ്രഥമൻ വെക്കത്തില്ലേ, അത് എനിക്കിഷ്ടമാണ്. ഞാൻ പക്ഷേ അതങ്ങനെ വെച്ചിട്ടില്ല, അങ്ങനെ ഞാനത് അതും പായസം എല്ലാം പൊതുവെ എനിക്കിഷ്ടമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പാത്രം എന്തായി കരിഞ്ഞിരിക്കുന്നത് വൃത്തിയായിട്ട് കഴുകാഞ്ഞിട്ടാണ്. ഒന്നുമല്ല കേട്ടോ, ഞാൻ ഒരിക്കൽ ഇതിൽ പാല് തിളപ്പിച്ചതായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു അത്യാവശ്യം ഫോൺ കോൾ വന്നു. അപ്പോൾ വീട്ടിനുള്ളിൽ റേഞ്ച് ഇല്ലാത്തതാണ് പുറത്തിറങ്ങി സംസാരിക്കുമായിരുന്നു, സിറ്റ് ഔട്ടിലോ മറ്റോ, അവിടെ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് കരിഞ്ഞ് കുറേ സമയം വെച്ച് അതങ്ങ് കരിഞ്ഞ് ഒരു പരുവായി. അത് എത്ര വൃത്തിയാക്കിയിട്ട് വൃത്തിയാകുന്നില്ല അങ്ങോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ.